ഹായ് ഹായ് നമസ്കാരം. അപ്പോഴേ ഇത് തുടങ്ങിയപ്പോഴേ ഞാനിങ്ങനെ വിചാരിച്ചു, ഈ യൂട്യൂബിലെ ഒരുപാട് പേരുടെ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ ഫോളോ ചെയ്ത് കാണും കേട്ടോ. നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ വെറുതെ ഇരിക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനും എല്ലാം കാണും, എല്ലാവരുടെ വീഡിയോയും കാണും. വീഡിയോ കാണുന്നതെന്ന് മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയും ചെയ്യും. ഞാൻ അങ്ങനെയുള്ളവരുടെ വീഡിയോ കാണാറുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് നമ്മൾ എല്ലാം കാണും, കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഉണ്ട്. കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്ന പ്രചോദനം തന്നവരുടെ വീഡിയോസ് നമുക്കും ഇതിന് കഴിയും. ഞാൻ പറയാലോ, എന്നെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഞാനൊരു സഭാകമ്പമുള്ള ഒരു കൂട്ടത്തിലുള്ളതാണ്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് ഓപ്പണായിട്ട് ഇതുപോലെ എങ്ങനെയെങ്കിലും സംസാരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. ഒരു മടി, അവരെന്ത് വിചാരിക്കുന്നുള്ളൂ നമ്മൾ കളിയാക്കില്ലേ, എന്ത് വിചാരിക്കുന്നുണ്ടല്ലോ, അയ്യോ നമ്മൾ പറയുന്നത് അവർ കളിയാക്കില്ലേ, അങ്ങനെയൊക്കെ നമുക്കൊരു തോന്നല്. അങ്ങനെ ഒരു എല്ലാവർക്കും കാണുമല്ലോ ഒരു കുറവുകളല്ലേ, അങ്ങനെ ഒരു കുറവുണ്ട്, മനസ്സിലായില്ലേ. ഞാനെല്ലാം ആസ്വദിക്കും കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിറ്റുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ നമ്മളത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിക്കും. നമുക്കതുപോലെയൊക്കെയുള്ള കൂട്ടുകാരെ കൂടെ കിട്ടിയാൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന, നമ്മുടെ തിങ്കിങ്ങായിട്ടുള്ള വേവലിംഗത്തിലുള്ളവരെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ചെയ്യും ഇല്ലേ. കലാകാരന്മാരെയൊക്കെ എല്ലാ കലാപരമായിട്ട് ഇരിക്കുന്നവരെയൊക്കെ ഇഷ്ടപ്പെടുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ എനിക്കിഷ്ടമുള്ള കാര്യം. പരദൂഷണം താല്പര്യമില്ല, പ്രതികരിക്കുകയും ചെയ്യും കേട്ടോ. ഇതൊന്നും കേട്ടുകൊണ്ട് ആരും എന്നോട് ഒന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരികയും വേണ്ടി. ഞാൻ ഇത്രയും ബോൾഡായത് തന്നെ ഇങ്ങനെ ഒരു ഇതിന് വന്നതിന് ശേഷം നമുക്ക് ഒത്തിരി ബോൾഡായി. എനിക്കിതെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് പലതും ഓപ്പണായിട്ട് ഇതൊരു പൊതുമധ്യത്തിൽ പറയാം, അഭിപ്രായങ്ങളും ഇഷ്ടക്കേടുമൊക്കെ. ഇഷ്ടക്കേടുകളെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, നമുക്ക് വയ്ക്കാത്തെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലോ പറയുന്നത് കേട്ടാലോ ഒക്കെ നമുക്ക് പ്രതികരിക്കാം ഇല്ലേ. അങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ, അതുപോലെ ദോഷങ്ങളുമുണ്ട്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും അങ്ങനെ അതുപോലെ ഇരിക്കും, സ്വഭാവങ്ങളും അതുപോലെ ഇരിക്കാം. നമ്മൾ ആ രീതിയിൽ എടുക്കണം. നമ്മളെന്തും നേരിടാൻ മൊബൈൽ താഴെ ചാടിപ്പോയടാ, അതാ കമ്മൂത്തിപ്പോയത് കേട്ടോ. അപ്പോഴേ ഞാനിതിലിങ്ങനെ ഞാനിപ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് ഒരു കഥ പോലെ പറഞ്ഞിട്ട് പോട്ടെ കേട്ടല്ലോ. ഞാനിതിനകത്ത് ഒത്തിരി പേരിങ്ങനെ ലേഡീസൊക്കെ ഒരുപാട് പേര് പലതും ഇങ്ങനെ അനുഭവങ്ങൾ, പല കാര്യങ്ങൾ പറയുന്നത് കാണുകയും അത് കേട്ട് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ടൊക്കെ റിലേറ്റഡ്, ഞാനുമായിട്ടൊക്കെ ഒരു റിലേറ്റീവായിട്ടുള്ള ഇൻസിഡൻസ് പോലെയൊക്കെ നമുക്ക് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരുടെ വീഡിയോ ഒക്കെ ഫോളോ ചെയ്ത് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പറയാനായിട്ട് നമുക്ക് പോകുന്നതിൻ്റെ പ്രായം ഇങ്ങനെ പേര് പേരുണ്ട്. ഞാൻ സിംഗിൾ ബോബിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കുറേ പേരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെയൊക്കെ ഒരു ഇതൊക്കെ. ഒത്തിരി പേരുണ്ട് കേട്ടോ, എല്ലാവരും ഒത്തിരി പേരുണ്ട്. അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് നമുക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഓർമ്മത്തെടുത്ത് ചിലപ്പോൾ ഒരാളെ പറഞ്ഞില്ല, അങ്ങനെ വേണ്ട കേട്ടോ. എല്ലാവർക്കും നല്ല കഴിവുണ്ട്. ഇതിനകത്ത് വരുന്ന ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാവർക്കും നല്ല കഴിവുള്ളവരാണ് കേട്ടോ. ഇത്രയും കഴിവൊക്കെ ഉള്ള വീട്ടമ്മമാരുണ്ടല്ലോ ഇല്ലേ. നമ്മളിലുള്ള കഴിവുകൾ ആരാ കണ്ടെത്തുക? നമ്മൾ കണ്ടെത്തുക. അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി പറഞ്ഞു തരിക, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞു തരുന്നതും ശരിയായിട്ടുള്ളൊരു പ്രവണതയാണല്ലേ. പക്ഷെ നമ്മുടെ ചില സന്ദർഭങ്ങളിലുണ്ട് ഫാൻ ഓഫ് ചെയ്തിട്ട്, മഴ, ഭയങ്കര മഴയാണ്. ചില സന്ദർഭങ്ങളുണ്ട് നമുക്ക് ഒന്നും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് മുറയ്ക്കുമൊക്കെ എനിക്ക് അങ്ങനെയുള്ളൊരു ചെറിയ വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇടയ്ക്ക് വീഡിയോ മുടങ്ങി പോകുന്നത്.
പിന്നെ ആരോഗ്യ പ്രശ്നം എല്ലാം കൂടെ ആകുമ്പോൾ ആകെ പെട്ടുപോയില്ല. അപ്പം നിങ്ങൾക്ക് ബോറടി തോന്നുന്നുണ്ടോ? വേണ്ട കേട്ടോ, വേണ്ട ബോറടിക്കൊന്നും വേണ്ട കേട്ടോ. അധികം വരച്ച് നീട്ടൊന്നുമില്ല. അപ്പോഴേ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ കലാപ്രവർത്തകർക്കും എൻ്റെ ആശംസകൾ. എൻ്റെ പൊന്നി യൂട്യൂബിൽ എല്ലാവരോടും എൻ്റെ ആശംസകളൊന്ന് അറിയിച്ചേക്കും കേട്ടോ. എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു ആശംസകൾ പറയുകയാണ് കേട്ടോ. നമ്മളൊക്കെ എന്നാ ഇനിയിപ്പോൾ ആ ഇതിനോട്ട് വരികയല്ലേ, എല്ലാവർക്കും ഇതിൻ്റെ പ്ലേ ബട്ടൺ കിട്ടി, അല്ല മറ്റേ സബ്സ്ക്രൈബേഴ്സ് ഇത്രയായി. ഒറ്റ സെക്കൻഡ് ഫോൺ കിട്ടിയതാണ്. ആ മോള് വിളിച്ചതാണ്, ഫോൺ വന്ന് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പോയത്. അപ്പോഴേ ഞാനൊന്ന് പറഞ്ഞിട്ട്, നീ റൂമൊക്കെ മൊത്തമായിട്ട് അലങ്കോലമായിട്ട് കിടക്കുന്നു കേട്ടോ. ഞാൻ കൂടെ ഇളയാൾ വന്നിട്ട് വന്ന് ഇനി പോകാനുള്ള തയ്യാറെടുപ്പിലെല്ലാം അടുക്കാനും പെറുക്കാനും ഒക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. അത് കാരണമാണ് കേട്ടോ റൂം കാണിക്കാത്തത്. പിന്നെന്താ, അപ്പോൾ നമ്മളൊക്കെ ഞാൻ വിചാരിക്കും ഞാനൊക്കെ എന്നോ ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഏണിങ്സൊക്കെ കിട്ടുക, അല്ലേ പിന്നെന്താ പ്ലേ ബട്ടൺ കിട്ടുക എന്നൊക്കെ അല്ലേ. കിട്ടുമായിരിക്കാം, ഇല്ല യൂട്യൂബിനോടൊന്ന് ചോദിക്കും, നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് യൂട്യൂബിനോട് ചോദിക്കുക അല്ലേ. നമ്മളെ കൊണ്ടാകുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിതിനകത്ത് ഒത്തിരി പേര് എന്തെല്ലാം വീഡിയോകൾ ചെയ്യുന്നുണ്ടല്ലേ, പാചകമായിട്ടും കലാപരമായിട്ട് ഡാൻസ്, പാട്ട്, എന്തൊക്കെയാണ് കാണിക്കണല്ലേ. ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ സറൗണ്ടിങ്സ് ശരിയല്ല. അത് കാരണം അതിനകത്തൊട്ടേക്കൊന്നും ഇറങ്ങിത്തിരിക്കുന്നുമില്ല. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ അവരോടൊപ്പം ചേരുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് കൂട്ടുകാരെ കിട്ടി കേട്ടോ, അതൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഇല്ലേ. നമുക്കും അറിഞ്ഞൂടാ, അവർക്കും അറിഞ്ഞൂടാ. എങ്ങനെ പറയും, അവർക്കും അറിഞ്ഞൂടാ, അവർക്ക് നമ്മളെ അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ കൂട്ടുകാരാണ് ഇല്ലേ. അതിനൊക്കെ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം കേട്ടോ നമുക്കിത് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കാതെ വന്നു ചേർന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് തുടർന്ന് ഞാൻ മുന്നോട്ട് ഈ രീതിയിൽ തന്നെ പോയെന്നിരിക്കും കേട്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്കത് വഴിയെ മനസ്സിലാവും. ഞാനില്ല ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് ഇതെന്ന് പറയാം എന്ന് പറഞ്ഞ് വരുമ്പോൾ ഇതെടുക്കുമ്പോഴത്തേക്ക് ഒരു 100 ആവശ്യങ്ങളുമായിട്ട് അവിടെ വിളിച്ച് ഇങ്ങനെ പോകും. മനസ്സിലായില്ലേ. വീട്ടിൽ തന്നെ അമ്മ വിളിക്കും, അല്ല അപ്പോഴേ കുഞ്ഞമ്മ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കും, അല്ലെ വേറെ എന്തെങ്കിലും ഓരോരോ ഗേറ്റിങ്ങിൽ ആരെങ്കിലും വരും. അത് നോക്കാൻ പോയപ്പോൾ പിന്നെ അതങ്ങ് തീർന്നു. നമ്മൾ ഒരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിച്ചതിങ്ങനെ അവതരിപ്പിക്കണം, പിന്നെ ഈ രീതിയിൽ പറയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയെല്ലാം വന്നെല്ലാം തയ്യാറെടുത്ത് വരുമ്പോൾ പിന്നെ നമ്മുടെ മൈൻഡിൽ അതേ അങ്ങ് പോകും. പിന്നെ അത് മതിയാക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സജീവമായിട്ട് ഒരു 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ വരും. അതുവരെ ഇങ്ങനെയൊക്കെ വിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. എന്നാലും കാണുക, പരമാവധി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് വിജയിപ്പിക്കുക കേട്ടോ. മനുഷ്യൻ്റെ ആഗ്രഹമല്ലേ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു ആത്മസംതൃപ്തിയോടെ പോയി ചേരാനാണ്. വലിയ മോഹങ്ങളൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരുമായിട്ട് ഇതുപോലെ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുക, വീട്ടിലെ പ്രശ്നങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് പോകാം. പോയപ്പോഴേ ഇല്ലേ. പിന്നെ യാത്രകളൊന്നും നമുക്കങ്ങനെ കിട്ടാറില്ല. കിട്ടുകയാണെങ്കിൽ പോകുന്ന സമയത്ത് നമ്മളിതുപോലെ എടുക്കുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് വിചാരിക്കാതെ പോകേണ്ടതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നാലുള്ളൊരു അന്തരീക്ഷം അവിടെ നമുക്ക് എല്ലാം നോക്കണ്ടേ. നമ്മൾ വീഡിയോ എടുക്കുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ അറിയണ്ടേ. അങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മുടെ ചുറ്റുവട്ടമൊക്കെ. അങ്ങനെയൊക്കെയുള്ള പുരോഗമനമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ മനസ്സ് വികസിതമല്ല. ഒരാൾ നന്നാവുന്നതും ആർക്കും ഇഷ്ടമല്ല. എല്ലാ വിഷയം പിടിച്ച ആളുകളാണ് ചുറ്റുവട്ടം എല്ലാം. അങ്ങനെയാണ് പൊതുവെ ഇവിടെ ഈ ഒരു ഏരിയ. പറയുമ്പോൾ VIP ഏരിയ എന്ന് പറയുന്നുണ്ടെങ്കിലും മഹാ കച്ചട സംഭവം
ഇവിടെ പെണ്ണുങ്ങൾ ആണുങ്ങൾ ഒരുപോലെ, രണ്ടുപേർക്കും ഒരേ സ്വഭാവമാണ്. അതാട്ടോ. അപ്പോൾ നമുക്ക് വഴി ഇങ്ങനെ ഓരോരോ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും അല്ലേ? എന്തു പറയുന്നു? നിങ്ങളെന്ത് പറയുന്നു? ഞാനിങ്ങനെ പറയുന്നു, നിങ്ങളെന്ത് പറയുന്നു? പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലടാ? ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, കണ്ടാലും കണ്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ടാറ്റ, ഗുഡ് നൈറ്റ്. എല്ലാവരും സുഖനിദ്രയാവും. ഞാനും സുഖനിദ്രയിലേക്ക് പോകും. നാളെ കാണാം കേട്ടോ. ബൈ.